ഉള്ള കുടുംബം യാഹ നൽകും കുടുംബം യഹോവ വാഴും കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം യാഹ നൽകും കുടുംബം യഹോവ വാഴും കുടുംബം ഞാനും എൻ്റെ ഭവനവും ഞങ്ങളെ യഹോവയെ സേവിക്കും സ്തോത്രയാഗം അർപ്പിച്ചിടും താതനിഷ്ടം നിവർത്തിക്കും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം യാഹ നൽകും കുടുംബം യഹോവ വാഴും കുടുംബം. ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ കുടുംബയോഗത്തിന്റെ എല്ലാ ചുമതലപ്പെട്ടവരുമേ, എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അത്യധികമായ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തികച്ചും അവിചാരിതമായിട്ടാണ് ഞാൻ ഈ പദവിയിലേക്ക് വരുവാനിടയായത്. രണ്ട് വൈദികരുടെ അസൗകര്യത്തിലാണ് ആ സ്ഥാനത്തേക്ക് എന്നെ നിയോഗിച്ചത്. തീർച്ചയായിട്ടും അത് സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്റെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും എന്റെ സ്നേഹിതരും ബന്ധുക്കളും ആണ് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കുടുംബത്തെക്കുറിച്ചാണ് എനിക്ക് അല്പസമയം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇവിടെ പ്രസംഗിച്ചവര് ജോൺ സാറ് മൂല്യച്യുതിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അധ്യക്ഷ പ്രസംഗത്തിലും മൂല്യച്യുതിയെ കുറിച്ച് പറഞ്ഞു. എന്നാൽ മൂല്യച്യുതി എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം മൂല്യങ്ങൾ റീജനറേറ്റഡ് ആയി എന്ന് പറയണം. അതാണ് കറക്റ്റ്. ഇന്നത്തെ ജനറേഷനിലുള്ള വ്യക്തികൾ പറയുന്ന അവർ ഫോളോ ചെയ്യുക, വാട്ട് ദേ ഫോളോ ഈസ് റിയൽ വാല്യൂ. നിങ്ങളൊക്കെ പഴയ കാലത്തുള്ള പഴഞ്ചൻ രീതികളും കൊണ്ട് നടന്നവരെ അത് പാലിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങൾ അതങ്ങ് മാറ്റിയിട്ട് ന്യൂ ജെൻ വാല്യൂസ് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മള് മൂല്യച്യുതി എന്ന് പറയുന്നെങ്കിൽ അവരത് മൂല്യശോഷണമൊന്നും അല്ല. മൂല്യങ്ങളുടെ ഒരു വേറിട്ടുള്ള ഒരു ഭാവം അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കരണീയമായിട്ടുള്ളത് ഈ പുതിയ ജനറേഷന്റെ ഈ ജീവിത രീതിയോട് പൊരുത്തപ്പെടുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പൊരുത്തപ്പെടാത്തവർക്ക് അവരുടെ ഇതിൽ നിന്ന് ഔട്ടാകാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഔട്ടാകും. അല്ലെങ്കിൽ അവർ നമ്മളെ എലിനേറ്റഡ് ആക്കും, നമ്മളെ അന്യവൽക്കരിക്കും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അതാണ് ഇവിടെ അമ്മയെ കുത്തി, അല്ലെങ്കിൽ അമ്മയെ തൊഴിച്ചു, അപ്പനെ വഴി കൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറയുന്ന ആ പ്രവർത്തനങ്ങളിലേക്ക് അവരെ തിരിക്കുന്നത് ഈ മൂല്യത്തിലുണ്ടായ വ്യതിയാനവും അവരുടെ ജീവിത രീതിയോട് പൊരുത്തപ്പെടുവാൻ പഴയ ജനറേഷന് കഴിയാതെ പോകുന്നതുമാണ് എന്നുള്ളതാണ്. എന്നാൽ അതിന് കഴിയുന്ന കുറച്ചു പേര് അതിൽ വിജയിക്കുന്നുണ്ട്, അവർ പിടിച്ചു നിൽക്കുന്നുമുണ്ട്, അവരെ നന്നായിട്ട് അവർ പുതിയ ജനറേഷൻ സംരക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും നമ്മൾ പറയുന്ന മൂല്യങ്ങൾ തീർത്തും സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇത്രയും പേരിവിടെ പങ്കെടുത്തത്. 40 വർഷമായിട്ട് ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നവർ ഇന്നും വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് അവരെ കുടുംബത്തോടും കുടുംബ ഐക്യത്തോടും ആ പരസ്പര സ്നേഹവും കരുതലും പരസ്പര ബന്ധത്തിന്റെയും ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയവരാണ്. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ദൈവാശ്രയം എന്ന് പറയും. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാവുള്ളൂ. ഇല്ലാത്തവർക്ക് ആ ബന്ധം മനസ്സിലായില്ല. യാന്ത്രികമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ബന്ധങ്ങൾ വേണമെന്നില്ല. നമ്മുടെയൊക്കെ വീടുകളില്, നമ്മളെവിടെയൊക്കെ വീടുകളിൽ പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും. വീടുകളിലൊക്കെ കുഞ്ഞുങ്ങള് 10ഉം 15ഉം ഒക്കെ പ്രായമായ മക്കളും ഒക്കെ വീട്ടിലുണ്ടാവും. അവരൊക്കെ ഓരോ മുറിയിൽ അവരുടേതായ ലോകത്ത്, മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ അവരിങ്ങനെ ഗെയിം കളിച്ചോ അവരുടേതായ രീതിയിൽ ചാറ്റ് ചെയ്തോ ഒക്കെ ആ മുറിയിൽ ഇരിക്കുമ്പോൾ മോനെ രണ്ടാളും അച്ഛൻ വന്നിരിക്കുന്നവർ, അങ്കിള് വന്നിരിക്കുന്നവർ, അമ്മച്ചി വന്നിരിക്കുന്നൊക്കെ പറഞ്ഞാല് അവനെ സംബന്ധിച്ച് അമ്മച്ചി ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനെക്കാട്ടി വലിയ അമ്മച്ചി ഈ മൊബൈലിനകത്തുണ്ട്. അവനത് എൻജോയ് ചെയ്ത് മമ്മി ചുമ്മായിരുന്നു, മമ്മി അങ്ങ് ചുമ്മായിരുന്നു, മമ്മി പോയി അവരോട് കാര്യം പറഞ്ഞൊക്കെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന
ഒരു 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 സ്വഭാവം, ഒരു പ്രത്യേകത നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. നമ്മൾ ഇന്ന് കൺവെൻഷനോ ഇതുപോലുള്ള പ്രസംഗങ്ങൾക്ക് എവിടെ പോയിരുന്നാലും മുൻപിൽ ഇവിടെ ഇപ്പൊ 2 കുഞ്ഞുങ്ങളും അവിടെ പുറകിൽ 1-2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഭാഗ്യം. പലപ്പോഴും ആ കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. ഈ കസേര ഇത്രയും കുഞ്ഞുങ്ങളുടെ കസേരകളാണ്, അത് ഒഴിഞ്ഞ് കിടക്കും. ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് പോകുന്നെന്ന് പറയും. തീരെപ്പൊടി കുഞ്ഞുങ്ങളാരും പോകുന്നൊന്നുമില്ല. പക്ഷെ അവരെ ഇന്ന് കൊണ്ടുവരാനും മാതാപിതാക്കള് വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ ചുരുക്കമായിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ പൈതൽ പ്രായത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം എടുത്താണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവേദിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ വായിച്ചാൽ മതി. നമുക്ക് ഈ സംഭവം എല്ലാം വളരെ കറക്റ്റായിട്ട് അറിയാം. 40-ാമത്തെ 52-ാമത്തെ വാക്യം വളരെ സാമ്യമുള്ളതാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. 3 തരത്തിലുള്ള വളർച്ചയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പൈതൽ വളർന്നു എന്ന് പറയുകയാണെങ്കിൽ ശാരീരികമായിട്ട് വളരണം. ശരീരം കൊണ്ട് വളരണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ നല്ല ഭക്ഷണം കൊടുക്കുന്നവരാണ്. അവർ ചോദിക്കുന്ന ഭക്ഷണം കൊടുക്കും. ഇന്നത്തെ ഭക്ഷണം കഴിച്ചാണ് നമ്മളിങ്ങനെ ഒരുപാട് അസുഖത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത്. ദുർമേധസ് പിടിച്ച് അകാല സമയത്ത് തന്നെ പല അസുഖങ്ങളും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഭക്ഷണ രീതിയോട് തന്നെയാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ന് വന്നു കഴിഞ്ഞു. ഇന്നിപ്പോ നമ്മുടെ മുറിയിൽ ഇരുന്ന് ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഫോണൊന്ന് കറക്കിയാൽ മതി. നിമിഷങ്ങൾക്കകം നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് ഓണടിക്കും. നമ്മൾ ഇറങ്ങിച്ചെന്ന് വാങ്ങിച്ച് പൈസ കൊടുത്തോണ്ടാണ്. പൈസയെ നോട്ടായിട്ട് കൊടുക്കണ്ട, ഓൺലൈനായിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നോട്ടെല്ലാം നിർത്തുവാന്ന് പറയുന്നത് കേട്ടത്. അപ്പൊ നമ്മളൊക്കെ പ്രായമുള്ള നമുക്ക് ഇച്ചിരി പ്രയാസമൊക്കെ വരും. ഈ പൈസ കൊടുക്കാൻ എല്ലാം ഓൺലൈനായിട്ട് കൊടുക്കേണ്ടി വരുമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് നമ്മളൊക്കെ. എന്തായാലും അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും. ഓക്കെ. അപ്പോ ഏത് ഭക്ഷണവും ഏത് സമയത്തും നമുക്ക് നമ്മളിരിക്കുന്ന മുറിയിൽ നമ്മളിരിക്കുന്ന നമ്മളെ വീടിന്റെ മുറ്റത്ത് എത്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ അതൊക്കെ ഫാസ്റ്റ് ഫുഡാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഭക്ഷണങ്ങളാണ്. പുഴുങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആഴ്ചകളോളം വെച്ചിട്ട് എപ്പോഴായാലും പറയുന്ന സമയത്ത് എടുത്തിട്ട് അത് പെട്ടെന്നൊന്ന് ചൂടാക്കി പാകം ചെയ്ത് എടുത്തു തരുന്ന സാധനമാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. അതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. അജിനോമോട്ടോ പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അതിന് ടേസ്റ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്നത്. അത് ഇട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് അജിനോമോട്ടോ ഇടാതെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മളത് കഴിക്കാറില്ല. ഇത് കുറച്ചുനാൾ കഴിച്ചു കഴിയുമ്പോഴേക്ക് നമ്മൾ അഡിക്റ്റ് ആയി പോകും. പിന്നെ അതില്ലാതെ ഈ കുഞ്ഞുങ്ങളൊക്കെ ചില്ലി ചിക്കൻ അതുപോലുള്ള ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിച്ച് അങ്ങനെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും അതിന് അഡിക്റ്റ് ആയി പോകും. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ വളരെ നേരത്തെ വരുവാൻ അത് ഇടയാക്കും എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുക. അത് അവൻ കഴിക്കത്തില്ല, അവൾ കഴിക്കത്തില്ല, അത് മറ്റൊന്നും കൊടുത്താൽ അവൾ കഴിക്കത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് കഴിക്കണമെങ്കിൽ അതിനുള്ള പരിശീലനം കിട്ടണം. അത് എപ്പോ കഴിക്കണം? ഒരു കുഞ്ഞത് ആസ്വദിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയം തൊട്ടാണ്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മയും ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു അംശമാണല്ലോ പോഷണമായിട്ട് കുഞ്ഞിന് കിട്ടുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞും ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ട് അവസാനം പറയാണ് അവൻ അതേ കഴിക്കുകയുള്ളൂ, അവൾ അതേ കഴിക്കുകയുള്ളൂ. അങ്ങനെയല്ല. നല്ല ഭക്ഷണം അമ്മ ഗർഭവതിയായിരിക്കുമ്പോ തന്നെ നല്ല ഭക്ഷണം, പുഴുക്ക്, നല്ല ചോറ്, നല്ല കപ്പ, നല്ല ചക്ക, നമ്മുടെ നാടൻ ഭക്ഷണം, ആ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കണം. ചുട്ട് കഴിക്കണം. പണ്ടത്തെ കാലത്തൊക്കെ ചുട്ട് കഴിക്കാൻ ഇപ്പൊ പരിപാടിയൊന്നുമില്ല. തീ ഇല്ലാത്തതുകൊണ്ട് ചൂടാൻ പറ്റത്തില്ല. ഗ്യാസിന്റെ പുറത്ത് വെച്ച് കത്തിക്കാൻ പറ്റത്തില്ല. മറ്റേ കിഴങ്ങ്, ചേമ്പ്, കാച്ചിലൊക്കെ ചുട്ട് കഴിക്കുമായിരുന്നു. മത്തി, അയല പോലും ചുട്ട് എനിക്ക് അമ്മയൊക്കെ തരുമായിരുന്നു. കഞ്ഞി വെക്കുന്ന അടുപ്പിലെ തീ ഇങ്ങോട്ട് ഇച്ചിരി നീക്കിയിട്ട് അവിടോട്ട് ഈ പച്ച മീൻ പോലും ചുട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എണ്ണയില്ല, യാതൊരു കുഴപ്പവും വരത്തില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു അസുഖവും വരില്ല. അന്നത്തെ കാലത്തെ ആളുകളുടെ ആരോഗ്യം അങ്ങനെയായിരുന്നു. നല്ല ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. അവര് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കല്ല, അവര് കഴിക്കും. നമ്മൾ ശീലിപ്പിച്ചാൽ മാത്രം മതി. നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുക, അതാണ് പൈതൽ വളർന്നു. ഇനിയും ശരീരം കൊണ്ട് വളർന്നാൽ മാത്രം പോരാ, അവരുടെ മനസ്സ് വളരണം, ആത്മാവും വളരണം. മനസ്സ് വളരുവാനുള്ള ഭക്ഷണമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിന്റെ വളർച്ചയ്ക്കുള്ള ഭക്ഷണമാണ് കേട്ടോ മക്കളെ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിസ്ഡം ഇംഗ്ലീഷ് പറയും. അതിന് വെറും അറിവല്ല, നോളജ് അല്ല. നോളജ് പ്ലസ് ഗ്രേസ് ഓഫ് ഗോഡ് ഈക്വൽസ്
വിസ്ഡം. അറിവ് പ്ലസ് ദൈവാനുഗ്രഹം എന്ന് പറയും. അറിവിനോടൊപ്പം ദൈവാനുഗ്രഹം കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് ജ്ഞാനമായിട്ട് മാറും. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞിരിക്കുന്ന സദൃശവാക്യങ്ങളിൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തിയാണ്. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എവിടെ ദൈവഭക്തിയുണ്ടോ അവിടെ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം അറിവ് നേടിയാലും ആ അറിവിനോടൊപ്പം ദൈവാനുഗ്രഹം കൂടി ചേർന്ന് വെക്കുമ്പോഴാണ് അത് ജ്ഞാനമായിട്ട് മാറുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ തലത്തിലേക്ക് അറിവിനെ സംവേദിക്കാനുള്ള ഒരു കഴിവിനെയാണ്. ആ കഴിവ് ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നതാണ്, ദൈവാനുഗ്രഹം എന്ന് പറയും. അപ്പോൾ നമ്മൾ നേടുന്ന അറിവിനോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിനോട് ചേർന്ന് നടക്കാൻ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ജ്ഞാനം. ഈ കർത്താവ് യേശു കുഞ്ഞ് ജ്ഞാനം കൊണ്ട് നിറഞ്ഞു എന്നാണ്. അറിവ് കൊണ്ടും നിറഞ്ഞു. അറിവ് നല്ല എങ്ങനെ അറിവ് കിട്ടി? ദൈവപുത്രനായതുകൊണ്ട് സ്വതവേ ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ അറിവാണോ എന്ന് ചോദിക്കും. അല്ല, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആ അറിവല്ല. ജനിച്ച് ഒരു കുഞ്ഞ് പഠിക്കുവാൻ കഴിവുള്ള സമയം മുതൽ 12 വയസ്സുവരെയും സിനഗോഗിൽ, യഹൂദന്മാരുടെ സിനഗോഗിൽ പഠിച്ച് ന്യായങ്ങളൊക്കെ, ന്യായ പ്രമാണം മുഴുവൻ പഠിച്ച് ജ്ഞാനം നേടിയ ആളാണ് ഈ കുഞ്ഞ്. അതൊക്കെ നമുക്ക് വേണ്ടി നമുക്ക് കാണിച്ചു തരികയായിരുന്നു. കർത്താവിടെ വന്ന് ഒരു ദൈവത്തെ പോലെ ജീവിച്ചൊത്തിരി മിറക്കിൾസ് കാണിച്ചു പോയ ആളല്ല. ഇത് യഥാർത്ഥ മനുഷ്യപുത്രനെ പോലെ വേദനയും പ്രയാസവും ദുഃഖവും രോഗം മാത്രം ശരീരത്തിൽ കാണുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പാപമില്ലാതെ ഈ ലോകത്തിൽ ജീവിച്ചു. പക്ഷെ നമ്മളേറ്റ എല്ലാ പ്രയാസങ്ങളും വിശപ്പും ദാഹവും എല്ലാം ഏറ്റാണ് കർത്താവ് ഇവിടുന്ന് പോയത്. തീർച്ചയായിട്ടും. അപ്പൊ യഥാർത്ഥ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ ദൈവപുത്രനായതുകൊണ്ട് അത് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്കൊന്നും ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറാനല്ല. നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കർത്താവ്. പക്ഷേ പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും ജാഗരണത്തിലും സ്ഫുടം ചെയ്ത് പതിവായി ദൈവാലയത്തിൽ പോയി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ജീവിച്ച് ജീവിതത്തെ സ്ഫുടം ചെയ്ത് നേടിയ കഴിവ് കൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമുക്കും അത് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ആത്മാവ് നമുക്കെല്ലാം ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ശരീരവും മനസ്സും വളർന്നാലും ആത്മാവ് വളരണം. മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു നിർവചനം നൽകിയിരിക്കുന്നു. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ an all-round drawing out the best in man and child, the body, mind and spirit. ഇതാണ് സ്പിരിറ്റ് എന്ന ഒരു വാക്ക് ആത്മാവിനെ കുറിച്ച്. വിദ്യാഭ്യാസത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ആദ്യമായി സംസാരിച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ്, മറ്റാരുമല്ല. അപ്പോ ശരീരത്തിന്റെയും ആത്മാവിന്റെയും മനസ്സിന്റെയും വികാസം സാധ്യമാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസമെന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അപ്പൊ ആത്മീയ വികാസം എങ്ങനെ കിട്ടും? ആത്മാവിന്റെ വികാസം കിട്ടണമെങ്കിൽ ആത്മാവിന്റെ ഭക്ഷണം കഴിക്കണം. ആത്മാവിന്റെ ഭക്ഷണം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഭക്ഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥന പതിവായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ചൂണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചൂണ്ടയിട്ട് പ്രാർത്ഥിക്കുക. കാരണം ചെറിയൊരു മീനിട്ട് വലിയ മീനെ പിടിക്കുന്നതാണ് ചൂണ്ടയിടിയിൽ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു കർത്താവിന് ഞാൻ 100 രൂപ കൊടുത്തേക്കാം, എന്റെ കുഞ്ഞിന് വലിയൊരു ജോലി കിട്ടണം, മാസം 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി, ആയുഷ്കാലം മുഴുവൻ കിട്ടുന്ന കോടികൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. കർത്താവിന് 100 രൂപ കൊടുത്തേക്കാം, പള്ളിയിൽ 100 രൂപ ഇട്ടേക്കാം, കുരിശുമുക്കിൽ 100 രൂപ ഇട്ടേക്കാം, പരുമല പോയി നേർച്ച നേർന്നേക്കാം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മീനെ ഇട്ടിട്ട് വലിയ ഒരു മീനെ പിടിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ചൂണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട്, LIC പ്രാർത്ഥന എന്ന് പറയും. LIC പ്രാർത്ഥന എന്ന് പറഞ്ഞാല് പതിവായി പൈസ അടയ്ക്കണം. ഇൻഷുറൻസിന് എടുത്താൽ പോളിസി പ്രീമിയം കൃത്യമായിട്ട് അടയ്ക്കണം. ഒരു മാസം മുടക്കി കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് അത്താഴം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണമായിരുന്നു. അല്ല, പ്രാർത്ഥിച്ചോ നീ? പ്രാർത്ഥിച്ചില്ല, എന്നാ പോയി പ്രാർത്ഥിച്ചിട്ടോ. അവനോട് പോയി പെട്ടെന്ന് 2 വരയൊക്കെ വരയ്ക്കുന്ന കുരിശുപോലെ വരച്ചിട്ട് അവന് പിതാവിനും പരിശുദ്ധ സ്തുതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊണ്ടുപോകാൻ വിട്ടേച്ച് ഉറക്കം വരുന്നത്. കാരണം ഭക്ഷണം കിട്ടണേ അത് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥന തികച്ചു, പ്രാർത്ഥിച്ചു എന്ന് വരുത്തിയിട്ട് ആ പോളിസി അടച്ചു എന്ന് വരുത്തിയിട്ട് അവന് പോയിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്ന നല്ല എൻജോയ്മെന്റ് ആണ്, നല്ല സന്തോഷമാണ്.
എന്നിട്ട് പോയി കിടക്കും, അല്ലെ പഠിക്കുക, അല്ലെ കിടക്കുക. ഓക്കെ, പ്രീമിയം അടയ്ക്കുക, അതാണ് LIC പ്രാർത്ഥന. പിന്നെ ഒരു തൂമ്പ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്, വെട്ടിവാരുന്ന പ്രാർത്ഥനകളാണ്. തമ്പുരാന്റെ കയ്യിൽ നിന്ന് വെട്ടിവാരണം. മെയ് അനങ്ങത്തില്ല, കഷ്ടപ്പെടത്തില്ല, അലസനും മടിയനുമായിട്ട് ജീവിച്ചിട്ട് ദൈവം നിനക്ക് ഇഷ്ടം പോലെ പൈസ, രൂപ നിന്റെ കയ്യിൽ തന്നിട്ട് അതിലെ ഒരു രൂപ പോലും മുടക്കാതെ നിന്റെ മുമ്പിൽ ഉള്ള പട്ടിണി പാവത്തെ നീ കണ്ടിട്ട് ഒരു രൂപ പോലും അവന് കൊടുക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വെട്ടിവാരാനുള്ള പ്രാർത്ഥനയല്ലേ അത്? അല്ലേ? ഇനി നമ്മളെ മുഴുവൻ ദൈവം സഹായിക്കണം, എന്റെ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കണം, എന്റെ മക്കളെ അനുഗ്രഹിക്കണം, കൊച്ചുമക്കളെ അനുഗ്രഹിക്കണം, തലമുറയായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ കർത്തവ്യമായിട്ട് നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. നമ്മള് കൈ അനക്കത്തില്ല. കുറെ പ്രായമായ മനുഷ്യരൊരു ദൈവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു പുതിയ ദേവാലയം ഉണ്ടാക്കാനുള്ള പൈസ ദൈവമേ അവിടുന്ന് തരണം. ഇതാണ് ദൈവത്തെ കൊടുക്കുന്ന ജോലിയാണ്. തമ്പുരാന് പണി കൊടുക്കുക നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന്, കേട്ടോ. ആലോചിച്ച് നോക്കിയ മൂസി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ, ഒരു ഭക്തനായ മനുഷ്യൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. കുറച്ചു നേരം അവരുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവര് ചുമ്മാ പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തിനാ? പഴയൊരു ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ പുതിയൊരു ദേവാലയത്തിന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥനയൊക്കെ അല്പം അവസാനിച്ചപ്പോ ഈ വൃദ്ധൻ അങ്ങോട്ട് കയറി ചെന്ന് പറഞ്ഞു, എന്റെ മക്കളെ, തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ സമൃദ്ധിയായി ഇതുപോലെ ഒരു നല്ല ദേവാലയം പണിയാനും അതിനപ്പുറത്തേക്കുമുള്ളത് നിങ്ങൾക്ക് തമ്പുരാൻ ഹി ഹാസ് ഓൾറെഡി ഗിവൺ, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനായി ഇനി ആ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെടുത്ത് അങ്ങോട്ട് ചെലവാക്കുക, അത് കഴിയുമ്പം തമ്പുരാൻ തരും. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണ്ടാണ്. എനിക്കൊരാളിനെ സഹായിക്കണമെങ്കിൽ എന്റെ ദൈവം എന്നിൽ ഓൾറെഡി തന്നിട്ടുണ്ടത് എടുത്ത് അങ്ങോട്ട് ചെലവാക്കിയാൽ മതി, തമ്പുരാൻ തരും. അല്ലെ? എണ്ണ പകരാൻ പറഞ്ഞ ആ സ്ത്രീയോട് ഒരു മകനേ ഉള്ളൂ, അല്ലെ? ഒരു അപ്പം ചുട്ടു നിന്ന് മരിക്കാൻ വേണ്ടിയിരുന്ന ആ സ്ത്രീയോട് പറഞ്ഞു, നീ എണ്ണയൊന്ന് പകര്, പാത്രങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് എണ്ണയൊന്ന് പകര്. അത് പല പ്രയോജനമുണ്ടോ? ഇച്ചിരി എണ്ണ ഇരിക്കുന്നത്, ഒരു ചെറിയ പൊടിക്കുപ്പിയിൽ ഒരു എണ്ണ ഇരിക്കുന്നത് പാത്രത്തിൽ ചുമ്മാ പകരാൻ പറഞ്ഞാൽ, അല്ലേ? അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. എന്റെ കയ്യിലുള്ളത് ഞാൻ അങ്ങോട്ട് പകരാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവ സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കും. ഇതായിരിക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ദൈവമേ എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കുവാണ്, ഇനി എനിക്ക് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നാൽ ബാക്കി അങ്ങ് ഏറ്റെടുത്തോണം. ഓക്കെ, അത് ഏറ്റെടുക്കാൻ തമ്പുരാൻ എപ്പോഴും തയ്യാറായിരിക്കും. അപ്പൊ ഈ ലോകത്തിൽ യേശു ചെയ്ത രക്ഷണ്യ വേലയുടെ തുടർച്ച ചെയ്യാനാണ് നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അധര വ്യായാമമായിട്ട് പ്രാർത്ഥന നടത്താനല്ല, ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കണം. ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവനാണ് ദൈവം. നിന്റെ കപടമായ അലസമായ യാചനയ്ക്ക് മറുപടി തരാൻ ഇരിക്കുന്ന ആളല്ല ദൈവം. നിന്റെ ഹൃദയം പൊട്ടിയുള്ള, ഹൃദയം നുറങ്ങിയുള്ള നിന്റെ നിലവിളിക്ക് ചങ്ക് പറിച്ചു തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. കുടുംബം എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കുടുംബങ്ങൾ എത്രയോ പട്ടുപോകുന്നു, വലിയ വലിയ കുടുംബങ്ങൾ പട്ടുപോകുന്നു. പട്ടിണി പാവങ്ങളായിട്ട് ചെറ്റപ്പുരയിൽ കിടന്ന എത്രയോ കുടുംബങ്ങൾ സമ്പന്നരായിട്ട് ഇന്ന് ശോഭിക്കുന്നു. അത് നഷ്ടപ്പെടാൻ ദിവസങ്ങളോ മാസങ്ങളോ മതി. ഒരു രോഗം മതി ഇപ്പോൾ കോടികൾ മുടക്കാൻ. ഒരു രോഗം വന്നാൽ മതി. നമ്മുടെ ആരുടെയും കഴിവല്ല, മിടുക്കോ സാമർഥ്യമല്ല. ദൈവത്തെ നിലനിർത്തി ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണം. അത് മാത്രം മതി. ആത്മാവിൽ ബലപ്പെടണം, പ്രാർത്ഥിക്കണം, നോമ്പ് നോക്കണം, ജാഗരിക്കണം, ഉപവസിക്കണം, തിരുവചനം വായിക്കണം. മക്കളെ പഠിപ്പിക്കണം, തിരുവചനം വായിക്കണം, തുടർച്ചയായിട്ട് വായിക്കണം. എത്ര പ്രാവശ്യം വായിക്കാമോ അത്രയ്ക്ക് പ്രാവശ്യം തിരുവചനം വായിക്കണം. അത് പവർഫുൾ ആണ്, വളരെ പവറാണ്, ശക്തി തരും നമുക്ക്. ഇത് ആത്മാവ് ബലപ്പെടുത്തുന്നതാണ്. തിരുവചന ധ്യാനം, നോമ്പനുഷ്ഠാനം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ചാരിറ്റി, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ നമ്മുടെ അടുത്ത് വരും, നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടും. അവനെ പരിഹസിക്കരുത്, കുറ്റപ്പെടുത്തരുത്, ശപിക്കരുത്, നീ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കരുതോ, ഒന്നും ചോദിക്കരുത്. ഒന്നും ചോദിക്കാതെ ഉപാധികളില്ലാതെ അവന് കൊടുക്കാം. എന്റെ മുമ്പിൽ വന്നവനല്ലേ, എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ലല്ലോ,
അവന് കൊടുക്കണം. ഒരു ഭിക്ഷക്കാരനെ പോലും വിട്ടൊഴിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. കൈനീട്ടി ഇരിക്കുന്നവനെയും നിൽക്കുന്നവനെയും വിട്ട് നീ ഒഴിയരുത്. എന്തെങ്കിലും കൊടുത്തിട്ടേ മറികടന്നു പോകാവൂ, അല്ലെങ്കിൽ ആ മറികടന്നവനെ കുറിച്ചെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടി വരും ലോകം ഇവിടുന്ന് പോകുമ്പോൾ. തീർച്ചയായിട്ടും അത് ഞാൻ കുറിച്ചു വെക്കി പറയുകയാണ്. അപ്പോ ഇതാണ് ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ. ശരീരം കൊണ്ട് പുഷ്ടി പ്രാപിച്ചിട്ടോ കോടികൾ ഈ ലോകത്തിൽ സമ്പാദിച്ച് ഡിപ്പോസിറ്റ് കൂട്ടിയിട്ടോ ഒരു കഥയിൽ ഒരു കാര്യമില്ല. കുറച്ചൊക്കെ നേടിക്കൊള്ളുക, കുറച്ചൊക്കെ കരുതി വെച്ചോളുക. മക്കൾക്ക് വേണ്ടി ഒന്നും ഒത്തിരി കരുതി വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് ദൂരത്തടിക്കുകയും ചെയ്യണ്ട. എത്രയോ പേര് ആവശ്യക്കാര് കിടക്കുന്നു. കുറേശ്ശെ അവർക്കൊക്കെ കൊടുക്കാവുന്നിടത്തോളം കൊടുത്തിട്ട് ഈ ലോകത്തിൽ നമുക്കൊക്കെ മാറ്റപ്പെടാം. എന്റെ പ്രിയപ്പെട്ടവരെ, 3 വികാസം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ഇത്രയും 3 വികാസമുള്ളവരുടെ മേൽ ദൈവത്തിന്റെ കൃപയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ സംഭവത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. യേശുവിന് 12 വയസ്സായപ്പോൾ ദൈവാലയത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന, പെരുന്നാളിന് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. ആണ്ടുതോറും പോകും. കുഞ്ഞുപോയ കാര്യമല്ല പറഞ്ഞത്. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് ദൈവാലയത്തിലേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് മാതൃക കിട്ടേണ്ടത് 10-12 വയസ്സാകുമ്പോഴല്ല, അമ്മയുടെ ഗർഭത്തിൽ ഒരുമാകുന്ന സമയം മുതൽ. ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെയും കണ്ടാണ് ആ ദൈവാലയത്തിൽ പോയത്. മനസ്സിലായോ? ദൈവാലയത്തിൽ നടക്കുന്ന എല്ലാ പെരുന്നാളുകളിലും എല്ലാ യഹൂദന്മാരും പങ്കെടുക്കും. പെസഹ പെരുന്നാളിന് പ്രത്യേകിച്ചും ഒരു യഹൂദൻ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും യെരുശലേം ദൈവാലയത്തിൽ വരുമായിരുന്നു. അവരുടെ വലിയ പള്ളി, വലിയ ദൈവാലയമാണ് യെരുശലേം ദേവാലയം. യഹോവ പണികഴിപ്പിച്ച ദൈവാലയമാണ്. അവിടെ പെരുന്നാളിന് പങ്കെടുത്തിരിക്കും. അത് നിഷ്ഠയാണ്. അങ്ങനെ ഈ അമ്മയപ്പന്മാർ ആണ്ടുതോറും പതിവായി ദൈവാലയത്തിൽ പങ്കെടുക്കുമായിരുന്നു. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. അപ്പൊ ഇത് കുഞ്ഞിന്റെ ഒരു മാതൃകയാണ്. നമ്മളെപ്പോഴും ദൈവാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്നു. ഗർഭത്തിലുള്ളപ്പോൾ പോകുന്നു, ഞാൻ പറഞ്ഞല്ലോ, അത് മാതൃകയാണ്. ജനിച്ചു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്നു, പ്രായത്തിൽ എടുത്തുകൊണ്ട് പോകുന്നു, നടന്നു കഴിയുമ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നു, വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്നു, കർത്താവിന്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കാൻ അവസരം കൊടുക്കുന്നു. ഇതൊക്കെ വെറുതെ ആശ്ചര്യമായിട്ട് അനുഭവിക്കുകയല്ല. കർത്താവിന്റെ തിരുശരീരക്തം, കർത്താവ് അപ്പം എടുത്തു കൊടുത്തുകൊണ്ട് എന്റെ ശരീരമാണെന്നാ പറഞ്ഞത്. അവര് ശരീരമെന്ന് തന്നെ വിചാരിച്ചാണ് പഠിച്ചത്. കാരണം മുന്തിരിച്ചാറ് കൊടുത്തിട്ട് എന്റെ രക്തമെന്ന് പറഞ്ഞാ കൊടുത്തത്. അതാണ് തിരുശരീരക്തങ്ങൾ. അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് ഭക്ഷിക്കുന്നവർക്ക് അതിന്റെ അനുഗ്രഹം കിട്ടും. ഇല്ലാത്തവർക്ക് ചുമ്മാ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള കാര്യമേ ഉള്ളൂ. നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നതുകൊണ്ട് നമുക്കൊരു പക്ഷെ ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് നുറുങ്ങണം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണിത്. എന്റെ കർത്താവ് മുറിപ്പെട്ട ശരീരമാണ്. അവന്റെ പിതാവിൽ കുത്തിത്തുളച്ച്, കൈകാലുകൾ കുത്തിത്തുളച്ച് ആ വന്ന രക്തമാണിത്. അതാ ഞാൻ ഭക്ഷിക്കുന്നു. എന്റെ പാപത്തിന് വേണ്ടി, ഒരു പാപവും ചെയ്യാത്ത തമ്പുരാൻ ഏൽക്കേണ്ടി വന്ന ആ അടിപ്പിണരുകളുടെ ആ രക്തമാണ് ഞാൻ ഈ ഭക്ഷിക്കുന്നത്, കുടിക്കുന്നത് എന്ന തോന്നലോടുകൂടി വേണം അത് ഭക്ഷിക്കാൻ എന്ന് ഓർത്തിരിക്കണമേ. പെരുന്നാളൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി അവര് ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ 4 യാത്രകളാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ യാത്ര യേശുവുമായിട്ട് ദൈവാലയത്തിലേക്കുള്ള യാത്ര. യേശുവോടൊത്ത് ദൈവാലയത്തിലേക്കുള്ള യാത്ര വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. അല്ലെ? യേശു കുഞ്ഞിനോടൊപ്പം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ കൊച്ചു വർത്തമാനങ്ങൾ, 12 വയസ്സാണെങ്കിലും ഇതുപോലൊക്കെ ഇരിക്കും. കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ ലാളിച്ച് കൈക്ക് പിടിച്ച് മക്കളെ ഓടല്ലേ, അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ദൈവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ, പെരുന്നാളാണ്, ആളൊക്കെ ഒത്തിരി കാണും, മക്കൾ അങ്ങോട്ട് പോകരുത്, അപ്പച്ചന്റെ അമ്മച്ചിയുടെ കൂടെ നിൽക്കണം, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സന്തോഷകരമായ, ആത്മാവിൽ സന്തോഷം നൽകുന്ന ഒരു യാത്ര, യേശു മൊത്ത ദൈവാലയത്തിലേക്കുള്ള യാത്ര. എന്നാൽ രണ്ടാമത്തെ യാത്ര ദൈവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്കുള്ള യാത്ര. പക്ഷേ യേശു കൂടെ ഇല്ല. യേശുവിടെ പോയി. അവൻ ദൈവാലയത്തിൽ തന്നെയുണ്ട്, കർത്താവ് ദൈവാലയത്തിൽ തന്നെയുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഈ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് പോകുന്ന ചില ആളുകളെ നമ്മൾ കാണാൻ പറ്റും. ഞാൻ ചിലപ്പോൾ അത്യാവശ്യം കാർ ഓടിച്ച് പോകുന്ന സമയത്ത്, പള്ളി കഴിഞ്ഞിട്ട് കുറച്ചേരം നിന്നിട്ട് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് വളരെ ദൂരത്തിൽ ചെല്ലുന്ന ആളുകളെ കാണാം. കാരണം അവര് കൈമുത്തി കഴിഞ്ഞാൽ അപ്പോഴേ അവിടുന്ന് സ്റ്റാർട്ടാവും. കാരണം എന്താണ്? വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്.
ഒക്കെ ശരിയാണ്. അമ്മമാരൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പന്മാരും പോകാറുണ്ട്, ചെറുപ്പക്കാരും പോകാറുണ്ട് കേട്ടോ. എന്താ കാരണം? ഒരു ജോലി ഉണ്ടായിട്ടല്ല. ചില ആളുകൾ കണ്ടില്ലേ, ബൈക്ക് വളരെ ക്ഷീന്ന് ചാടിച്ച് ചീറ്റി പാഞ്ഞൊരൊറ്റ പോക്ക് കാണാം. പോയിച്ച് നമ്മളെ കവർ ചെയ്ത് പോയതാണ്. ഇച്ചിരി മുന്നോട്ട് ചെന്നിട്ടാണ് അവിടെ നിൽക്കുന്നതാണ്, ചുമ്മാ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം പോയതോ വെറുതെയാ, ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കും വളരെ അർജന്റായിട്ട് ഏതോ അത്യാവശ്യ കാര്യത്തിൽ പോകാം. ഒന്നുമല്ല, ഒരത്യാവശ്യമില്ല. എങ്കിലും പിള്ളേർ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. വളരെ സ്പീഡിൽ പൊക്കോണം, വളരെ സ്പീഡിൽ പൊക്കോണം. പോകുന്നെങ്കിൽ ഇല്ലേ പോകണ്ട, അവിടെ നിർത്തിയിട്ട് വെച്ചാൽ മതി അല്ലെ. പതിയെ പിള്ളേർക്ക് അറിയത്തില്ല. ചില കുഞ്ഞുങ്ങൾ നമ്മുടെ എളിയിലിരുന്നാലും കാലിങ്ങനെ സ്പ്രിങ് പോലെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ അങ്ങനെയാണ്, ആ കുഞ്ഞുങ്ങളുടെ രീതി അങ്ങനെയാണ്. ഒരിടത്തിരിക്കുന്ന ഇഷ്ടമല്ല, നടക്കണം നമ്മള്. ഓക്കെ, ഏതായാലും ഇവരാടിപ്പാടി സന്തോഷിച്ചാണ് ഭവനത്തിലേക്ക് പോകുന്നത്. ഈ ദൈവാലയത്തിലേക്ക് പോയതിനേക്കാൾ സന്തോഷത്തോടെയാണ് ഭവനത്തിലേക്ക് പോകുന്നത്. കാരണം ഇഷ്ടംപോലെ ആളുകൾ, ചാർച്ചക്കാർ കൂടെ ഉണ്ട്, ബന്ധുക്കൾ. നമുക്കും ബന്ധുക്കളൊക്കെ കൂടി കഴിഞ്ഞപ്പം സന്തോഷമൊക്കെ പറഞ്ഞ് പോകാവൂ കേട്ടോ. എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോക്കളയരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവാലയത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ചാടിക്കളയരുത്. തമ്പുരാൻ എവിടെ നിൽക്കും? ദൈവാലയത്തിൽ തന്നെ കാണും കേട്ടോ. തമ്പുരാൻ ധൃതിയൊന്നുമില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ ധൃതി ലോകത്തിൽ. എന്തോ ധൃതിയാ, ഒരു രോഗം വരട്ടെ, അപ്പൊ നമ്മുടെ ധൃതിയൊക്കെ മാറും. അത്യാവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളാ, ഒരു രോഗം വരട്ടെ അപ്പൊ ധൃതിയെല്ലാം മാറും. ആശുപത്രിയിൽ പോയി 6-7 ദിവസം കിടക്കുമ്പോൾ ഒരു രോഗവുമില്ല, അല്ല ഒരു ധൃതിയും നമുക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ധൃതിക്ക് ദൈവത്തിന് മരുന്നുണ്ട് കയ്യില്. നമ്മുടെ ധൃതിക്കൊക്കെ ദൈവത്തിന്റെ ഒരു കൈ മരുന്നുണ്ട്. ധൃതി പോകുന്നത് ദൈവകാര്യം സാധിക്കാനാണെങ്കിൽ തമ്പുരാൻ നമുക്ക് സ്പീഡും തരും, നമുക്ക് നല്ല അതിനുള്ള ആദായവും തരും. പക്ഷെ ആവശ്യമില്ലാത്ത ധൃതി നമ്മൾ കാണിക്കണ്ട ഈ ലോകത്ത്. കർത്താവിനെയൊക്കെ നോക്കിയിട്ട് മോൻ വരുമില്ലേ ഇപ്പോഴേ ഞങ്ങളുടെ കൂടെ, അമ്മേ നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞാൻ പതിയെ പറയുമെന്നുള്ള. ഓക്കെ, ഞങ്ങൾ നടന്നോട്ടെ മക്കളെ, നടന്നു. അതൊരു സന്തോഷമല്ലേ? അതെ, നമ്മുടെ യാത്രയിൽ മക്കൾ കൂടെ ഉണ്ടാവണം. മുമ്പ് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഈ മാതാപിതാക്കളും മറ്റുള്ളവരും സഞ്ചരിക്കുന്ന പാതയിലൂടെ അല്ല മക്കൾ സഞ്ചരിക്കുന്നത്. മനസ്സിലായി? കുഞ്ഞുങ്ങൾ ഇപ്പൊ അത് പറഞ്ഞാൽ ഇവർ കേട്ടുപോകും. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം പാവം കുഞ്ഞുങ്ങൾ അത് കേൾക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് അതെന്തിനാ വെറുതെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നത്? ആവശ്യമില്ല. മക്കൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ മാതാപിതാക്കളും സഞ്ചരിക്കണം. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന വഴിയിലൂടെ നമ്മൾ പോകണമെന്നല്ല. അവരുടെ കൂട്ടുകാരൊക്കെയാണ്, അവരിടപെടുന്ന രീതികൾ ഏതൊക്കെയാണ്. സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ വിശേഷം കേൾക്കണം. വീട്ടിലിരുന്ന് മക്കളെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറഞ്ഞാട്ടെ എന്ന് പറയണം. അപ്പൊ അവൻ പറയുന്ന വിശേഷങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ വിവേചിച്ചറിയാമെങ്കിൽ അത് ബുദ്ധിപരമായ കാര്യങ്ങളാണ്, പഠന സംബന്ധമായ കാര്യങ്ങളാണ്, ആ ടീച്ചർ ഇങ്ങോട്ട് പറഞ്ഞ ചില നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ്, ഇങ്ങനെയുള്ള പോസിറ്റീവായ ആ കാര്യങ്ങളാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, ഒന്നും പേടിക്കണ്ട, നത്തിങ് ടു വറി. എന്നാൽ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അത് പേരൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെയാണ് ഈ കുഞ്ഞിന്റെ സംസാരമെങ്കിൽ അവൻ തെറ്റിയിട്ടില്ല. പക്ഷെ തെറ്റാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അവന്റെ പിയേഴ്സ്, അവന്റെ കൂട്ടുകാര് തെറ്റായി പോകുന്നുണ്ട്. അതാണ് അവനിപ്പോ അവന്റെ മനസ്സിൽ ആകുലതയായിട്ട് കൊണ്ട് നടക്കുന്നത്. ഏത് സമയത്തും അവന് വ്യാമോഹിക്കപ്പെട്ട് അവരുടെ കൂട്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയും എന്റെ കുഞ്ഞൊരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്റെ കുഞ്ഞൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതിന് അവനെ കൂടി ഇരുത്തിയാൽ മതി, അവളെ കൂടി ഇരുത്തിയാൽ മതി. മക്കളെ എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ? എല്ലാ ദിവസവും സ്കൂളിലെ വിശേഷങ്ങൾ ഒരു 10-15 മിനിറ്റ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് സംസാരിപ്പിക്കണം എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോ ഇവര് എത്ര ദൂരം നടന്നെന്നറിയാമോ? ഒരു ദിവസത്തെ വഴി ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യേശു കൂടെ ഇല്ല. മനസ്സിലായി? അതുവരെ സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ചാർച്ചക്കാരോടൊക്കെ പെരുന്നാളിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ എന്ത് സന്തോഷമായിരുന്നറിയോ? അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെ, ഒത്തിരി സന്തോഷങ്ങൾ പങ്കുവെച്ച് നമ്മൾ ആടിപ്പാടിയൊക്കെ വന്നതാണ്. ഒറ്റ ദിവസം സന്തോഷിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യേശു കൂടെയില്ല. നിന്റെ ജീവിത യാത്രയിൽ യേശുവിനെ മറന്നുള്ള നിന്റെ അതി ഉല്ലാസങ്ങൾ, ധൂർത്തുകൾ എന്ന് ഞാൻ പറയും. ധൂർത്ത് പാപമാണ്. ധൂർത്തുകള് പൈസ മറ്റുള്ളതിനൊന്നും കൊടുക്കാതെ ഇങ്ങനെ കാര്യങ്ങൾക്ക്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു മിതത്വം പാലിക്കണം. നമുക്ക് വേണ്ടിയാ നമ്മൾ മിതത്വം പാലിക്കണം. എത്ര നമുക്ക് പൈസ ഉണ്ടെങ്കിലും മിതത്വം പാലിക്കണം. ബാക്കിയൊക്കെ നമുക്ക് ചാരിറ്റി കൊടുക്കണം, ഇല്ലാത്തവന് കൊടുക്കണം. ആ ശീലം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഈ അമിതമായ ഉല്ലാസമൊന്നും ഉണ്ടാവത്തില്ല.
ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. അതിൽ ഹൃദയത്തിൽ സന്തോഷിക്കണം, ദൈവത്തോട് ചേർന്ന് സന്തോഷിക്കണം. അല്ലാതെ അമിതമായിട്ട് ഉല്ലസിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ കുഞ്ഞിനെ മനസ്സിലാക്കി, ഇവരേതായാലും അത് മനസ്സിലാക്കി കുഞ്ഞില്ല. ചിലരാണെങ്കിൽ അറിയത്തുപോലും ഇല്ല, വീട്ടിൽ ചെന്നാലും അറിയത്തില്ല. ഓക്കെ, മനസ്സിലാക്കി ഇവരെന്ത് ചെയ്തു? തിരിച്ചൊരു യാത്ര, വീണ്ടും യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് ഒരു യാത്ര. ദൈവാലയത്തിലേക്കെന്ന് പറഞ്ഞല്ല അവർ യാത്ര ചെയ്തത്, യേശുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. എത്ര ദിവസം നടന്നെന്നറിയാമോ? 3 ദിവസം അവര് യാത്ര ചെയ്തു. എന്തേ? ഒറ്റ ദിവസം മാത്രം നടന്നു പോയ അവര് തിരിച്ച് വന്നപ്പോ 3 ദിവസം നടക്കാൻ കാരണം എന്താണ്? കാരണം ബൈറൂട്ടിലെല്ലാം അവര് കയറി അന്വേഷിച്ചു. ഇപ്പൊ പോയത് നേരെയാണ്, നല്ല പാതയിൽ കൂടെ, വീതിയേറിയ നല്ല പാതയിൽ കൂടെ, അനേക ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ അവർ സഞ്ചരിച്ചു നോക്കിയപ്പോ 1 ദിവസം മതിയായിരുന്നു. അത് വലിയ സന്തോഷത്തിന്റെ ഒരു പാതയായിരുന്നു, അല്ലേ? പക്ഷേ ഇപ്പോ വ്യാകുലവും വ്യസനവുമുണ്ട്, ആദിയുണ്ട്, വ്യാധിയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞെന്തിയെ? 12 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കാണാനില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ച് ഒരു ഭവനങ്ങളെല്ലാം കയറി ഇറങ്ങുകയാണ്, വിഷമിക്കുകയാണ്, കരയുകയാണ്. മാതാവും ജോസഫ് പിതാവും കൂടി കയറുകയാണ്. വീടുകളെല്ലാം കയറിയാണ് അങ്ങ് പോകുന്നു. അവസാനം ദൈവാലയത്തിൽ ചെന്നവരുടെ ലക്ഷ്യം ദൈവാലയമാണ്. അതുവരെ കണ്ടില്ലെങ്കിൽ ദൈവാലയത്തിൽ ചെല്ലുക എന്നത് തന്നെയായിരുന്നു. ഈ ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്, യേശുവിനെ തേടിയുള്ള ദൈവാലയത്തിലേക്കുള്ള യാത്ര. ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള യാത്ര. യേശുവിനെ തേടി യാത്ര ചെയ്യുന്നത് എവിടേക്കായിരിക്കണം? എവിടേക്കും ചുമ്മാ അവിടെ ഇവിടെ നോക്കിയിട്ടും കാര്യമില്ല. ദൈവാലയത്തിലോട്ട് ചെന്നാൽ മതി, ദൈവം അവിടെ കാണും. യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു എന്ത് ചെയ്യായിരുന്നു? ശാസ്ത്രിമാരോടും പരീശന്മാരോടും മഹാപുരോഹിതന്മാരോടും ഒപ്പമിരുന്ന് അവരോട് സംവദിക്കുകയാണ്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർക്കറിയാത്ത ചോദ്യങ്ങൾ അവരുന്നയിക്കുമ്പോൾ അതിന് വളരെ മധുരമായിട്ടുള്ള, വളരെ ജ്ഞാനഗംഭീരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുവാൻ ഈ ബാലനായ കുഞ്ഞിന് കഴിയുന്നു. 12 വയസ്സുള്ള കുഞ്ഞിന് അതിന്റെ അപാര പാണ്ഡിത്യം അവർക്കെല്ലാം അത്ഭുതമുണ്ടാക്കുന്നു. അവരുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നെറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺ എന്ന് പറയും. നമ്മുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും, കെമിക്കൽ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മൾ ദേഷ്യപ്പെടണമെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കണം, രാസപ്രവർത്തനം നടക്കണം. ദേഷ്യപ്പെടണമെങ്കിൽ ചുമ്മാ ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. ചിലർ ദേഷ്യപ്പെട്ടേച്ച് അങ്ങ് ചിരിക്കും, അല്ലെ? കുഞ്ഞിനെ അടിക്കാൻ വടിയെടുത്തേച്ച് ചിലരങ്ങ് ചിരിക്കും. കാരണം പ്രോപ്പറായിട്ടൊരു ദേഷ്യം മുഖത്ത് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്താ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, കോപത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഹോർമോൺ ഈ ബോഡിയിൽ ഉണ്ടാകുന്നില്ല. കാരണം അതിന്റെ കാര്യമില്ല. കോപത്തിന് അനുയോജ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കുറെ അതിന്റെ കൂടെ നമുക്ക് ഇഷ്ടമല്ലാത്തത്, നമുക്ക് ശരീരത്തിന് അനുയോജ്യം അല്ലാത്ത കുറെ കാര്യങ്ങളൂടെ ഉണ്ടാക്കേണ്ടി വരും. അത് വേണ്ട. സന്തോഷം പ്രകടിപ്പിക്കാൻ എളുപ്പമാണ്. ചിലരുടെ മുഖത്ത് സന്തോഷം വരാൻ വളരെ പ്രയാസമാണ്. മസിൽ പിടിച്ചിരിക്കും മുഖം. ഉള്ളിൽ പ്രയാസമുണ്ടായിട്ടാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. ഉള്ളിൽ വേദന ഉണ്ടായിട്ടാണ്. ഹൃദയം നിറഞ്ഞ വേദന കടിച്ചമർത്തിക്കൊണ്ട് എങ്ങനെ എനിക്ക് ചിരിക്കാൻ സാധിക്കും? പക്ഷെ അവിടെയും നമുക്കൊരു സന്തോഷത്തിന് വകയുണ്ട്. എന്റെ ഉള്ളിൽ ഇപ്പൊ ഹൃദയം നിറഞ്ഞ ഒരു വേദനയുണ്ടെങ്കിലും വേദനയില്ലാത്ത ഒരു നാളുകൾ, ദീർഘമായ ഒരു നാളുകൾ എനിക്കുണ്ടായിരുന്നു. അന്ന് പട്ടിണിയും പ്രയാസങ്ങളും ദുഃഖങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിലും ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്റെ ദൈവത്തെ സന്ധ്യയ്ക്ക് വിളിച്ചപേക്ഷിച്ച, പാട്ടുപാടി സ്തുതിച്ച ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ആ സമയം ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. മനസ്സിലായോ? ആ സമയം ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച, എന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവം, എന്റെ പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, ആ സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇന്ന് സന്തോഷിക്കാം. അപ്പൊ എന്റെ ദുഃഖം ഒന്നുമില്ല. ഇപ്പൊ എനിക്കൊരു ചെറിയ വേദന, എന്തോ വേദന, നമ്മുടെ അതിനേക്കാൾ തകർന്നു കിടക്കുന്നവനെ ഓർത്താ മതി. കാലിന്റെ തുമ്പത്ത്, ആ വിരലിന്റെ തുമ്പത്ത് ഒരു ചെറിയ വ്രണമുണ്ട്, ഇച്ചിരി ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ കാല് മുറിച്ചിട്ടുള്ള ആളുകളെ മനസ്സിൽ ഓർത്താ മതി. ഒരു വേദനയും വരത്തില്ല, ഒരു വേദനയും വരത്തില്ല. ഇനി ഈ കാലൊക്കെ മുറിച്ചു കളഞ്ഞാലും ഇതിവിടെ വിട്ടേച്ചു പോകേണ്ട സാധനമാണ്. കൊണ്ടുപോകേണ്ടത് ഏതാണ്? ആത്മാവ് മാത്രം. ആ ആത്മാവിന് മുറിപ്പെടാതെ നോക്കിയാൽ മതി. ആത്മാവിന് ഷുഗർ വരാതെ നോക്കിയാൽ മതി. ആത്മാവിന് പ്രഷർ ഒന്നും വരാതെ നോക്കിയാൽ മതി. അത് വരണമെങ്കിൽ എന്ത് വേണം? രാവിലെ ഇറങ്ങി നടന്നിട്ട് കാര്യമില്ല. 70 കിലോമീറ്റർ രാവിലെ നടന്നാലും ആത്മാവിന് ഷുഗർ ഉണ്ടെങ്കിൽ മാറില്ല.
ശരീരത്തിന്റെ ഷുഗർ ചിലപ്പോൾ ഒരുപക്ഷെ മാറിയില്ല. ആത്മാവിന്റെ ഷുഗർ മാറിൽ നെഞ്ചുരുകി പ്രാർത്ഥിക്കണം, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം, ഹൃദയം നുറുങ്ങണം, ദൈവസന്നിധിയിൽ നിലവിളിക്കണം, കരയണം, കണ്ണുനീരൊഴുകണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കുകയും ജാഗരിക്കുകയും ഒക്കെ ചെയ്യണം. എല്ലാം ചെയ്താലും നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവനെ വിട്ടൊഴിയാതെ ജീവിക്കണം. ഞാൻ പറയും, അത് കഴിയുമോ? അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചോളൂ. ഇല്ലെങ്കിൽ പ്രാർത്ഥന മുഴുവൻ അധര വ്യായാമമായി പോകും. നിന്റെ മുമ്പിൽ വരുന്ന അഗതിയെ സഹായിക്കുന്ന നിനക്ക് ദൈവത്തെ വിളിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലെ, ദൈവം നിന്റെ അടുത്ത് വന്ന് നിന്നെ കൊണ്ട് വിളിപ്പിച്ചോളൂ. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഹാപ്പി ഹോർമോണുകളിൽ ഒന്നാണ് ഓക്സിറ്റോസിൻ എന്ന് പറയും. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളിൽ ഉത്പാദിക്കണമെങ്കിൽ ഉന്നതരുമായുള്ള സമ്പർക്കം വേണം എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. ഉന്നതരുമായുള്ള സംസർഗം വേണം. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടപെടുന്ന ആളുകൾ, ഓരോ പ്രായത്തിലും അവർ ഇടപെടുന്ന ആളുകൾ അവരുടെ പ്രായത്തിൽ ഇച്ചിരി കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല. അവരോടൊക്കെ സംവദിക്കാൻ കഴിയണം കുഞ്ഞുങ്ങൾക്ക്. വലിയ വലിയ ആളുകൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളോട് അവരോട് സംസാരിക്കാൻ അവസരം കൊടുക്കണം. കുഞ്ഞുങ്ങളെ വിളിച്ച് പരിചയപ്പെടുത്തണം. ഇവർ ഇന്നാരാണ്, നമ്മുടെ അപ്പച്ചനാണ്, വല്യപ്പച്ചനാണ്. ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്കിളും ആന്റിയുമാണ്. ഇതാരാ, ഇത് അങ്കിളാണ്, ഇതൊരു ആന്റി. ഇച്ചിരി പ്രായം മതി, എല്ലാവരും അങ്കിളും ആന്റിയാ. അതിനകത്ത് ഇപ്പം മാവൻ ആരാ, മാവി ആരാ, അല്ലേ, നമ്മളെ കസിൻ ആരാ, അവർ എല്ലാവരും ഓർക്ക് അങ്കിളാണ്. അങ്ങനെ പറ്റില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ അമ്മച്ചിയുടെ ഇന്നാരുടെ ചേട്ടത്തിയുടെ മകളുടെ മകനാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യമൊന്നും ചിലപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല, പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ബന്ധങ്ങൾ കൊടുക്കുന്ന സ്ഥാനം കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ, സമയം എനിക്ക് തന്ന സമയം കഴിയാറായി, അല്ലെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ യേശുവിനെ തേടിയുള്ള ദൈവാലയത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ ചെന്നപ്പോൾ യേശു കർത്താവ് 12 വയസ്സേ ഉള്ളെങ്കിലും ഏറ്റവും ഇളയത് യേശുവാണ്. ബാക്കി എല്ലാവരും പ്രായമുള്ളവര്. ഉന്നതരുമായുള്ള സംസർഗത്തിലിരുന്ന് ശരീരത്തിൽ ഇഷ്ടം പോലെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിച്ച് അവരുമായി സന്തോഷിച്ച് ഹൃദയം നിറഞ്ഞ് സംവദിക്കുന്ന ഒരു യേശു കുഞ്ഞിനെയാണ് അവിടെ കണ്ടത്. മാതാവ് ചോദിച്ചു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അല്ലേ, നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു ഈ മാതാവ്. നമ്മൾ അതിനെ പറഞ്ഞതിനെ, മോനെ, ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു, വഴിനീളെ കരയുമായിരുന്നു, ഇപ്പോഴും കണ്ണുനീര് മാറിയിട്ടില്ല. പക്ഷെ നിന്റെ അപ്പനെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, അപ്പന് വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനല്ലേ പറയുന്നത്? ശരി, നമ്മുടെ കാര്യത്തിനല്ലേ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്? ഓർത്ത് നോക്കി. അപ്പൻ പറയുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നീ നിന്റെ പാട് നോക്ക്, ഞാനല്ലയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നീ ചെയ്യുന്നത് പറയാൻ എന്താ? ഇതാണ് മത്സരമാണ് നമ്മുടെ കുടുംബത്തിൽ. ആരാണ് വലിയവൻ എന്ന മത്സരമാണ്. ഇവിടെ അമ്മയാണോ വലുത്, അപ്പനാണോ വലുത്? അമ്മ പറയും അമ്മയാണ് വലുതെന്ന്, അപ്പൻ പറയും അപ്പനാ വലുതെന്ന്. അങ്ങനെ പറയുന്ന കുടുംബത്തിൽ ആ മക്കൾ പറയുന്നത് നിങ്ങൾ രണ്ടുമല്ല, ഞങ്ങളാണ് വലുത്. ഇവിടെ ആരും വലിയവരില്ല. അമ്മ വലുതൊന്നുമല്ല. അമ്മ പറയുന്ന അമ്മയാണ് ഏറ്റവും ചെറുത്. മക്കളെ, ഞാനൊന്നുമില്ല മോനെ, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഞാനൊന്നുമില്ല, അമ്മച്ചി ഒന്നുമില്ല. മോന്റെ പപ്പായും പപ്പായുടെ പപ്പ അപ്പച്ചനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ ഫലമായി കാണുന്നതെല്ലാം കണ്ടോ? ഇവിടെ അമ്മ മാതൃകയാണ്. മറിയാം പറഞ്ഞ എന്താ? മോനെ, നിന്റെ അപ്പനും ഞാനും, പിന്നെ മതി ഞാൻ, നിന്റെ അപ്പനും ഞാനും നിന്നെ തിരഞ്ഞുകൊണ്ട് വളരെ വ്യസനിച്ചു. ഇതാണ് കുടുംബത്തിൽ സ്ഥാനം. പങ്കാളിക്ക് കുടുംബത്തിൽ കൊടുക്കേണ്ട സ്ഥാനം. അമ്മ അപ്പന് സ്ഥാനം കൊടുക്കണം, അപ്പൻ അമ്മയ്ക്കും സ്ഥാനം കൊടുക്കണം. അപ്പം പറയണം അമ്മയായാലും ചെയ്തത്, അമ്മ പറയണം അപ്പനായാലും ചെയ്തത്. അപ്പൊ കുഞ്ഞുങ്ങള് അതിൽ വിധേയപ്പെട്ട് നിൽക്കും, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്നുള്ളതാണ്. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, എന്നെ തെരഞ്ഞത് എന്തിനാണ്? ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? ദൈവാലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ച ശേഷം ശലോമോൻ രാജാവ് മുട്ടുമേൽ നിന്ന് ഒരു വലിയ പ്രാർത്ഥന നടത്തി. ഒരു നീണ്ട പ്രാർത്ഥന. നിങ്ങളത് ബൈബിൾ വായിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഈ ദൈവാലയത്തിന് നേരെ പ്രാർത്ഥിച്ചാലും മതി. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഏതൊരുത്തരും അവരുടെ വേദന, അവരുടെ പ്രയാസം, അവരുടെ ആധി, അവരുടെ രോഗം, അത് എന്ത് തരത്തിലുള്ള ദുഃഖവും വേദനയായാലും അത് നീ മാറ്റിക്കൊടുക്കണമേ, നീ ഇവിടെ വസിക്കണമേ. ആദ്യം അവൻ പറയുന്നുണ്ട്, ശലോമോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ കൈപ്പണിയായതിൽ വസിക്കുമോ?
ഞാൻ ഈ പണിതിൽ നിനക്ക് വസിക്കാൻ പറ്റുമോ? ഈ സർവ്വലോകത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവം എങ്ങനെ ഈ കൈപ്പണിയായതിൽ വസിക്കും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ യഹോവയായ ദൈവം അടുത്ത അധ്യായത്തിൽ അതിന് മറുപടി കൊടുക്കുന്നു. ഞാൻ ഇതിൽ വസിക്കും, എന്റെ നാമം എന്നേക്കും വിളിച്ചിരിക്കുന്ന ഈ നീ തീർത്തിരിക്കുന്ന ഈ ആലയത്തിൽ ഞാൻ വസിക്കും. ഇവിടേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഞാൻ അനുഗ്രഹം കൊടുക്കും എന്ന് ശലോമോന് കൊടുത്ത വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർ മുഴുവൻ പേരും അവരുടെ ആയുസ്സിൽ ഒറ്റ പെരുന്നാൾ മുടക്കാതെ ദൈവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് ബോധ്യപ്പെടുന്ന ഒരു കുഞ്ഞ് മാത്രമേ ഞായറാഴ്ച വീട്ടിലിരിക്കാതെ പള്ളിയിലോട്ട് വരുള്ളൂ. ഇത് ബോധ്യപ്പെടുത്തിക്കൊള്ളു. ഇതാണ് ദൈവത്തെ കൊടുക്കുക എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, ജ്ഞാനം മാത്രവും പോരാ, ആത്മാവിനെ ബലപ്പെടുത്താനുള്ള ഭക്ഷണം കൂടി കൊടുക്കണം. അത് ഇവിടുന്ന് കിട്ടും. ഞായറാഴ്ച വിശുദ്ധ ആരാധനയിൽ നിന്ന് ആർജിക്കുന്ന അനുഗ്രഹം ഒറ്റയാഴ്ച ഫുൾ നിൽക്കും. അടുത്ത ആഴ്ച തിരിച്ചിവിടെ വരുന്നത് വരെ ഈ അനുഗ്രഹത്തിന്റെ അലയടികൾ നമ്മുടെ മുഖത്ത് കാണണം. നമ്മളെ നോക്കുന്ന ഒരു മനുഷ്യനും വേദനിക്കരുത്. പുഞ്ചിരിക്കണം, എപ്പോഴും പുഞ്ചിരിക്കണം. ഉള്ളു നിറഞ്ഞ് വേദനയുണ്ടെങ്കിലും പുഞ്ചിരി കൊടുക്കണം മറ്റുള്ളവർക്ക്. നിന്റെ മുമ്പിൽ വരുന്നവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഇനിയൊരു യാത്രയുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശുവുമായിട്ട് ദൈവാലയത്തിലേക്കുള്ള ഭവനത്തിലേക്കുള്ള യാത്ര. യേശുവുമായിട്ട് ഭവനത്തിലേക്കുള്ള യാത്ര. യേശു ഇതൊക്കെ പറഞ്ഞ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പുരാൻ ഇറങ്ങിഞ്ഞു വന്ന് മാതാപിതാക്കളോടൊപ്പം ഭവനത്തിലേക്ക് പോയി അവർക്ക് വിധേയപ്പെട്ട് കീഴടങ്ങിയിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. മക്കൾ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. കുഞ്ഞുങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാവം വിടുന്നില്ല, സമയവും അതിക്രമിച്ചല്ലോ. 4 യാത്രകളാണ് പരിചയപ്പെടുത്തിയത്. 1, ഭവനത്തിൽ നിന്ന് യേശുവുമായി ദൈവാലയത്തിലേക്കുള്ള യാത്ര. 2, യേശുവില്ലാത്ത ലൗകികമായ സന്തോഷത്തിൽ മതിമറന്ന് യേശുവില്ലാത്ത ഭവനത്തിലേക്കുള്ള നമ്മുടെയൊക്കെ യാത്രകൾ, വിഫലമായ യാത്രകൾ. 3, യേശുവിനെ തേടി വേദനിച്ചു പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് ദൈവാലയത്തിലേക്കുള്ള യാത്ര. യേശുവിനെ കണ്ടെത്തി യേശുവുമായി ഭവനത്തിലേക്കുള്ള സന്തോഷകരമായ ആ സന്തോഷം ശരീരത്തിന്റെ സന്തോഷമല്ല, ആത്മാവിലെ സന്തോഷമാണ്. ആത്മാവിൽ നിറഞ്ഞ സന്തോഷത്തോടുകൂടി നമുക്ക് ഭവനത്തിലേക്ക് മടങ്ങാം. ആ യേശുവിനെ കണ്ടെത്തുന്ന ഒരു സമയമായിരിക്കട്ടെ ഈ കൂട്ടായ്മ. ഇനി നമ്മളെല്ലാം ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ നമ്മളൊരു അംബാസഡർമാരായിട്ടാണ് ഈ കുടുംബയോഗത്തിന്റെ പ്രതിനിധികളായിട്ട് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അതിന്റെ പ്രതിനിധികളായിട്ടിരുന്ന് മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന പ്രിയ മക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.